ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും പോഡ്കാസ്റ്റ് ബൈ നിഷി ജോർജ് സീസൺ 2 എപ്പിസോഡ് 2 സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ്, അതായത് ഫ്രണ്ട്ഷിപ്സ്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് ലൈഫിൽ. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ആവശ്യം നമ്മുടെ ലൈഫിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ജനറൽ ഹെൽത്ത് ആൻഡ് വെൽബീങ് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കേണ്ട അതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഈസി ടു മേക്ക് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ തിക്ക് ആൻഡ് തിന്നില് നമ്മളുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ലിസൺ ചെയ്ത് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ അങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും എന്തൊക്കെ ഹേർഡിൽസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ശരിക്കും ആ ഒരു വേറൊരു ലെവലിലേക്ക് നമുക്ക് പോകത്തില്ല. ശരിക്കും നമ്മൾ നമ്മുടെ ഒരു ഒരു പില്ലർ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഇതായിട്ട് അവരുടെ കൂടെ കാണും അവര് ശരിക്കും. അപ്പം എന്തൊക്കെയാണ് ഒരു ശരിക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് കിട്ടുന്ന എന്താണ് അതിലൊരു ബെനിഫിറ്റ് ഉള്ളത്? ശരിക്കും ഏറ്റവും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഗുഡ് ഫ്രണ്ട്സ് നമ്മളുടെ ഹെൽത്ത് അത് ശരിക്കും നല്ല രീതിയിൽ നമ്മളുടെ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഗുഡ് ടൈംസിൽ മാത്രമല്ല, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അവരൊരു ആക്റ്റീവ് ലിസണർ ആയിട്ട് അവിടെയോ കാണും. ആ ഒരു നമ്മളുടെ ഒരു ഐസൊലേഷനോ അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ നമുക്ക് ശരിക്കും താങ്ങായിട്ട് അവർ കാണും, അല്ലെങ്കിൽ ഒരു ലിസണർ ആയിട്ട് അവരവിടെ കാണും. നമുക്ക് ഒരു നമ്മള് ഒരു ഇറ്റ്സ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്, അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് നമുക്ക് കൂടുതലായിട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്ക് സന്തോഷം, ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് സന്തോഷം തരാനും നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ നമ്മള് വർക്ക്ലെസ് ഉള്ള ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സെൽഫ് വർത്ത് എന്താന്നുള്ളതും മനസ്സിലാക്കി തരാനും ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിന് മാത്രം, അല്ലെങ്കിൽ ഒരു ട്രൂ ഫ്രണ്ട്സ് ആ ഒരു സർക്കിളിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അവര് ശരിക്കും നമുക്ക് ഓരോ ട്രോമ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും, ഇപ്പം വർക്ക് പ്ലേസിലായാലും ഉണ്ടായാലും, ഇപ്പൊ ഒരു അസുഖങ്ങൾ വന്നാലും ജോലി പോയാലും അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥകളിലൊക്കെ അവർ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സപ്പോർട്ടായിട്ട് അവിടെ കാണും. പിന്നെ ചില സമയത്ത് നമ്മളിങ്ങനെ മൂടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പൊ നമ്മളുടെ ആരോഗ്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്തും ഇങ്ങനെയുള്ള ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണ് ശരിക്കും നമുക്ക് ആ ഒരു ഇതിനൊരു എൻകറേജ്മെന്റ് പറയുന്നത്. ശരിക്കും ഇത് ഹാർഡാണ്. ട്രൂ ഫ്രണ്ട്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് മിക്ക അഡൽട്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം ചില സാഹചര്യങ്ങളിൽ ഇപ്പം നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ കല്യാണമൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ അതൊരു പല വഴിക്കായി പോയതിനു ശേഷം നമുക്ക് അവരുമായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ലൈഫിൽ പുതിയ പുതിയ ഫ്രണ്ട് സർക്കിൾ വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ അവര് നമ്മളെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു 1 or 2 ഫ്രണ്ട്സ് വേ യു ക്യാൻ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഇഫക്റ്റീവ്ലി. അതായത് എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അത് ലിസൺ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ, അതാണ് നമുക്ക് ലൈഫിൽ ഏറ്റവും വേണ്ടത്. കാരണം ആ ഒരു നമ്പേഴ്സ് അല്ല അതിൻ്റെ അകത്ത് വാല്യുബിൾ ആയിട്ടുള്ളത്, ക്വാണ്ടിറ്റിയെ കഴിഞ്ഞും ക്വാളിറ്റിയാണ് ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ശരിക്കും നമ്മൾ പല നെറ്റ്വർക്ക്, അതായത് പല പ്രൊഫഷണൽസിനെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് അങ്ങനെയുള്ളവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ അവരൊക്കെ നമുക്ക് ശരിക്കും പല പല കാര്യങ്ങൾക്കൊക്കെ ഒപ്പീനിയൻ എടുക്കാനും, അങ്ങനെ ആ ഒരു തലത്തിൽ ഫ്രണ്ട്ഷിപ്പ് ഒരു ജോക്കൊക്കെ അടിച്ച് കുറച്ചു നേരം ഇരിക്കാനും ആ ഒരു തലത്തിലൊക്കെ അവർ നല്ലതായിരിക്കാം. പക്ഷെ ഒരു അങ്ങനത്തെ നമ്പേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത്. അതിൽ പല ഇതുണ്ട്. നമുക്ക് പല രീതിയിൽ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് നമ്മളുടെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മളൊന്ന് നമ്മളുടെ ഫ്രണ്ട് സർക്കിളിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ആക്റ്റീവ് ലിസണർ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ യു ഷുഡ് സ്റ്റേ ഇൻ ടച്ച് വിത്ത് ദം.
നമ്മള് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെ നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ മാത്രം ആ ഫ്രണ്ടിന്റെ അടുത്ത് പോയി കാര്യം പറയാന്നുള്ളതല്ല. അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം കല്യാണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തതിനു ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മളുടെ പഴയ സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവരൊക്കെ പിള്ളേരുടെ കാര്യവും അങ്ങനെയൊക്കെ ഉള്ളത് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അത്ര ഈസി ആയിരിക്കത്തില്ല, ഒത്തിരി പണികൾ കാണും. പക്ഷെ പിന്നീട് ഒരു ടൈമുണ്ട് നമുക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓൾഡ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ ഗ്യാതറിംഗിൽ, വർക്ക് പ്ലേസിൽ നിന്നുള്ള ഗ്യാതറിംഗിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് തമ്മിലുള്ള ഗ്യാതറിംഗിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ആ ഒരു മൊമെന്റ്സ് എൻജോയ് ചെയ്ത ആരുടെ കൂടെയാണ് അവരുമായിട്ട് റീകണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ നെയ്ബർഹുഡിൽ ഇപ്പൊ ഒരു പുതിയ ഏരിയയിലോട്ട് നമ്മൾ താമസം മാറും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ നെയ്ബേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. കാരണം ഒരു ഗുഡ് റിലേഷൻഷിപ്പ് നെയ്ബേഴ്സുമായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസീസ് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും അവരവിടെ കാണും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ സമയം എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ്, ഈ ഫാമിലി തന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓൺ ഫാമിലി തന്നെ. അപ്പൊ അവരുമായിട്ട് കണക്ഷൻ, ആ ഒരു കണക്ഷൻ പോകാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ആ ഒരു റെഗുലർ പീരീഡിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെ പറ്റും. പിന്നെ പല പല ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഇപ്പം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആകും. ഇവരധികം പ്രത്യേകിച്ച് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലാത്ത ചില ആൾക്കാരും ഉണ്ട്. കാരണം അവര് ജനറലി അവർക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർ താല്പര്യപ്പെടുന്നവരല്ല. പക്ഷെ നമ്മൾ ശരിക്കും വെന്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിലീഫ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട് നമുക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ട്രൈ ചെയ്യണം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ലൈഫിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ഇവന്റ്സ്, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പം ലോക്കൽ ഏരിയയിലൊക്കെ ഇങ്ങനെ ഓരോ ക്ലബ്ബ് അല്ലെ വായനശാലയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അയൽക്കൂട്ടമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ആക്ടിവിറ്റിയിലും പിന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ വോളണ്ടറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പൊ അവിടെ കണ്ടുമുട്ടുന്നവരിലും ഒക്കെ ചിലപ്പോൾ നമുക്കൊരു ക്ലോസ് ഫ്രണ്ടിനെ കണ്ടെത്താൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെഡിങ് ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു ട്രൂ ഫ്രണ്ടിനെ. ഇതൊന്നും അല്ലാതെ ഈ നടക്കാനൊക്കെ പോകത്തില്ല നമ്മൾ, എക്സസൈസിനൊക്കെ അതിലൂടെ പോകുമ്പോൾ അവരെ കാണുമ്പോൾ ചിരിക്കുക, അവരോട് ഹലോ പറയുക. ചിലര് സംടൈംസ് ദേ വിൽ ആക്ച്വലി മേക്ക് എൻ എഫേർട്ട് ടു ഇനിഷ്യേറ്റ് എ കോൺവെർസേഷൻ. അത് ശരിക്കും നല്ലൊരു ഒരിതാണ്. കാരണം ഞാൻ തന്നെ നടക്കാൻ പോകുമ്പോൾ ഞാൻ പലരെ കാണാറുണ്ട്, ചില അപ്പച്ചന്മാരും അമ്മച്ചമാരും, ചിലർ പേരൻസ് ഒക്കെ. പക്ഷെ ചിലര് നിന്ന് ചുമ്മാതെ രണ്ട് വാക്ക് ജനറൽ ആയിട്ട് വർത്താനം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇറ്റ് ആക്ച്വലി മേക്സ് യുവർ ഡേ. ആ ഒരു ഡേ മൊത്തത്തിൽ നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഇത് പറയുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ട് സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതൊന്നും കാണത്തില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ നോട്ട് ഓക്കെ അറ്റ് സം ടൈം as well. അത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, വേറൊരു ഇതില് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും യു റീച്ച് ഔട്ട് ടു യുവർ ഫ്രണ്ട്സ് വെൻ യു നീഡ് സം സപ്പോർട്ട് ആൻഡ് സം ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളത് അത് തീർച്ചയായിട്ടും ആ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്ത് വരുന്ന ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ വഴിയും അതൊക്കെ വഴി ഒത്തിരി പേര് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഒരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. എങ്കിലും സ്ട്രേഞ്ചർ ഡേഞ്ചർ എന്നുള്ള ആ ഒരു സ്കൂളിലൊക്കെ അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. സോ ഓൾവേസ് റിമെമ്പർ ടു എക്സസൈസ് കോഷൻ വെൻ യു ഷെയറിങ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ യു ഷുഡ് ബി ഓൾവേസ് കെയർഫുൾ. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ട്രൂ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. നമ്മൾ ബി കൈൻഡ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ശരിക്കും ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയും അതിനെ. തിങ്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആസ് എൻ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട്. നമ്മളുടെ ആ ഓരോ കൈൻഡ്നെസ് ആക്ട് എന്ന് പറയുന്നത് ആൻഡ് എവറി എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അക്കൗണ്ടിലേക്ക് അത് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പം
നമ്മൾ അതിനകത്ത് നിന്ന് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിറ്റിസിസം അല്ലെ അവിടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും വിഡ്രോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നല്ല പോസിറ്റിവിറ്റി നിറച്ചു കൊടുത്തിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന ക്രിറ്റിസിസം നെഗറ്റിവിറ്റി ഒക്കെ ആയിരിക്കും ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. പിന്നെ ഒരു ഗുഡ് ലിസണർ ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷൻ ഒക്കെ നടത്തുമ്പോൾ യു ഷുഡ് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. കാരണം അതെന്ന് പറയുന്നത് യു ആർ ആക്ച്വലി പേയിങ് ക്ലോസ് അറ്റൻഷൻ ടു ദാറ്റ് പേഴ്സൺ. പിന്നെ ചിലർക്ക് എല്ലാ സന്ദർഭത്തിലും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഇത് അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഇന്റിമസി നമുക്ക് ആ ഒരു ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഓപ്പൺ അപ്പ് അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ എന്താണോ അത് എന്താന്നുള്ളത് ആ ഒരു പേഴ്സൺ അറിയണം. അല്ലെങ്കിൽ അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പാന്ന് വിശ്വസിക്കാൻ പാടായിരിക്കും. കാരണം നമ്മൾ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ അകത്ത് നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് ആ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെയാണ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഡീപ്പൻ യുവർ കണക്ഷൻ വിത്ത് ദാറ്റ് ഫ്രണ്ട് ഓർ പേഴ്സൺ. അതാണ് ശരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രസ്റ്റഡ് ആണ്. ഈ ക്യാൻ ബി ട്രസ്റ്റഡ്, ഷോ ദാറ്റ് ഹി ക്യാൻ ബി ട്രസ്റ്റഡ്. അതായത് നമ്മൾ റീസണബിൾ ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ ആ ഒരു കൺസേൺ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ അതുപോലെ അവരുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പേഴ്സൺ ആയിരിക്കണം എന്നുള്ള രീതി, ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കണം. പേഴ്സണലി നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ തന്നെ മേക്ക് യുവർ സെൽഫ് അവൈലബിൾ. ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്ന് പറയുന്ന ഏറ്റവും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ടേക്ക് ടൈം ടുഗദർ, ആ ഒരു ഇതാണ്. അപ്പം മേക്ക് എൻ എഫേർട്ട് ഓൾവേസ് ടു ക്യാച്ച് അപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്, ഫാമിലി, and check in with them to make sure that they are okay as well. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക്, പക്ഷെ അവർ ഓക്കെ ആണോ എന്നുള്ളതും നമ്മളും അന്വേഷിക്കണം. പിന്നെ എന്തായാലും നമുക്കിപ്പം ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്തുവാ അങ്ങനെ ഒരു ഫിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു കാമിങ് മെഡിറ്റേഷൻ മ്യൂസിക് ഒക്കെ ഇട്ട് റിലാക്സ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ഡെവലപ്പ് ന്യൂ ഫ്രണ്ട്ഷിപ്സ് ഓർ റീകണക്ട് വിത്ത് ഓൾ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പറയുന്നത് നമ്മളുടെ തന്നെ അത് ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ബ്രൈറ്റർ ഔട്ട്ലുക്ക്, ഒരു ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു ബ്രൈറ്റർ ഔട്ട്ലുക്ക് ആണ് അതുകൊണ്ട് നമുക്ക് തരുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകതയെ പറ്റി, എങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതിനെ പറ്റിയും അതിന്റെ ബെനിഫിറ്റ്സും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സ്പോട്ടിഫൈയിൽ തന്നെ അതിന്റെ കമന്റ്സ് ഇടാവുന്നതാണ്, എനിക്ക് റിസീവ് ചെയ്യും. എൻ്റെ ഇൻസ്റ്റാ പേജിലും കമന്റ്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ദിസ് ഇസ് നിഷ signing off from Melbourne, and you were listening to podcast by Nisha Joe Season 2 episode 2. Thank you so much. Bye bye.